ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് macOS X Sierra എങ്ങനെയാണ് ഒരു ഡെൽ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നാണ്. ആദ്യമായി അതിൻ്റെ ബൂട്ടബിൾ USB ക്രിയേറ്റ് ചെയ്തതാണ്. ബൂട്ടബിൾ USB ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആദ്യമേ കണക്ട് ചെയ്യുക. ശേഷം ലെഫ്റ്റ് നോക്കി ബൂട്ട് മെനു സെലക്ട് ചെയ്യുക. ഇതിൽ നിങ്ങളുടെ ബൂട്ടബിൾ പെൻഡ്രൈവ് സെലക്ട് ചെയ്യുക. ഇതിൽ ബൂട്ട് ഫ്രം ഇൻസ്റ്റാളർ സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യുക. ശ്രദ്ധിക്കുക, macOS ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പിട്ട് നിങ്ങളുടെ ഹാർഡ്വെയർ ഇതിന് കമ്പാറ്റബിൾ ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. macOS ഇൻസ്റ്റാൾ ചെയ്യുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. ഒരുപാട് പരിശ്രമങ്ങളും റിസർച്ചും കാര്യങ്ങളും വേണ്ടിവരും ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ. ഇൻസ്റ്റലേഷൻ ഫിനിഷ് ആയതിനു ശേഷം ഹാർഡ്വെയറുകൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയും അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ ഇൻസ്റ്റലേഷൻ ടൈമിൽ ബ്ലാക്ക് സ്ക്രീൻ വരികയും റീസ്റ്റാർട്ട് ആവുകയും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകും. അത് നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ PC ഡെസ്ക്ടോപ്പ് ഇതിൻ്റെ കംഫർട്ടബിലിറ്റിയുടെ പ്രശ്നമാണത് അങ്ങനെ ഉണ്ടാകുന്നത്. അത് ആദ്യത്തെ ഒരു വട്ടം ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ അത് നടക്കണമെന്നില്ല. പിന്നെയും ശ്രമിക്കുക. പല പല പ്രശ്നങ്ങളുണ്ടാകുന്നതാണ്. ഞാൻ മുൻപ് പറഞ്ഞുകൊണ്ട് പല പല പ്രശ്നങ്ങൾ ഇൻസ്റ്റലേഷൻ ടൈമിൽ ഉണ്ടാകുന്നതാണ്. വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് അത്രയേ എളുപ്പം ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്ന സോഫ്റ്റ്വെയർ അല്ല macOS. അത് ആദ്യമേ മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, ഈ ഒരു സ്ക്രീൻ വന്നതിന് ശേഷം അതിൽ യൂട്ടിലിറ്റി സെലക്ട് ചെയ്യുക. അതിൽ ഡിസ്ക് യൂട്ടിലിറ്റി, അതിലിപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഡ്രൈവ് ഏതാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഹാർഡ് ഡിസ്കിലുള്ള എല്ലാ ഫയലും, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഫയലും ബാക്കപ്പ് ചെയ്യേണ്ടതാണ്. പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ macOS Xന്റെ ഫോർമാറ്റ് വ്യത്യസ്ത ഫോർമാറ്റിലാണ് ഹാർഡ് ഡിസ്കിനെ ഫോർമാറ്റ് ചെയ്യുന്നത്. ഈ സമയം വിൻഡോസിൻ്റെ ഫയലുകളെല്ലാം ലോസ് ആവുന്നതാണ്. പിന്നെ ഒരിക്കലും റിക്കവർ ചെയ്യാനോ ഒന്നും കഴിയുന്ന രീതിയിലല്ല അതിൻ്റെ ഫോർമാറ്റ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് macOS X. അതുകൊണ്ട് ഫയലെല്ലാം റിക്കവർ ചെയ്തതിന് ശേഷം മാത്രമേ ഫയലെല്ലാം സേഫാക്കി മാറ്റിയതിന് ശേഷം മാത്രമേ OS X ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കാവൂ. ഇതിപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നത്, ഞാൻ ഓൾറെഡി പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഇൻ കേസ് നിങ്ങളുടെ കേസിൽ ഇത് ഹാർഡ് ഡിസ്ക് മാത്രമായിരിക്കും കാണിക്കുന്നത്, ബാക്കി വിൻഡോസിൻ്റെ പാർട്ടീഷൻ ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് എറൈസ് കൊടുക്കുക. എറൈസ് ചെയ്തതിന് ശേഷം പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യാം നിങ്ങൾക്ക്. ഓപ്ഷൻ ഇവിടെ ഉണ്ട്. എൻ്റെ കേസിൽ ഞാൻ പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ എറൈസ് ചെയ്യുകയാണ്. ഞാൻ ആദ്യത്തെ പാർട്ടീഷനിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. macOS X Sierra എന്ന് ഞാൻ നെയിം കൊടുത്തിട്ടുണ്ട്. ഞാൻ എറേസ് കൊടുക്കുകയാണ്. ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഡാറ്റ ലോസ് ആവുന്നതാണ്. ഞാൻ എടുത്തെടുത്ത് പറയുന്നതാണ്. ഡാറ്റ ലോസായ ഒരു കാരണവശാലും റിക്കവർ ചെയ്യാൻ കഴിയുന്ന രീതിയിലല്ല ഡാറ്റ ലോസ് ആവുന്നത്. ഓക്കെ, ഞാനിപ്പം എറേസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇതാണ് ഞാൻ OS ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാർട്ടീഷൻ. ബാക്കി അതേപോലെ 2 പാർട്ടീഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എറേസ് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്യുക. ശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്യുക. കണ്ടിന്യൂ, എഗ്രി. ഇതിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാർട്ടീഷൻ ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പാർട്ടീഷൻ macOS Xന്റെ ആണ്. അങ്ങനെ സെലക്ട് ചെയ്ത്
നെക്സ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആവുകയാണ്. ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ ടൈം ഏകദേശം ഒരു 15 മിനിറ്റ് ഒരു അരമണിക്കൂറൊക്കെ എടുക്കുന്നതാണ്. ഇതിൽ 15 മിനിറ്റ് എബൌട്ട് കാണിക്കുന്നുണ്ട്, എന്നാലും അതിൽ കൂടുതൽ സമയമെടുക്കും. അത് സിസ്റ്റത്തിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും. ഞാൻ ഉപയോഗിക്കുന്നത് ഡെല്ലിൻ്റെ ആണ്. ഡെൽ ലാപ്ടോപ്പ് i5 ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ശേഷം കഴിയുന്നതും വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റലേഷൻ ഫിനിഷായി റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇൻസ്റ്റലേഷൻ ഫിനിഷായതിനു ശേഷം റീസ്റ്റാർട്ട് ആകുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ USB-യിൽ നിന്നാണ് ബൂട്ട് ചെയ്യേണ്ടത്. USB-യിൽ നിന്ന് ബൂട്ട് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്ത ഹാർഡ് ഡ്രൈവ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇൻസ്റ്റാൾ ചെയ്ത് USB-യിൽ നിന്ന് ബൂട്ട് ആയതിനു ശേഷം ക്ലവറിൻ്റെ ഓപ്ഷനാണ് വരുന്നത്, ക്ലവർ ബൂട്ട് ലോഡർ. അതിനകത്ത് HD ഹാർഡ് ഡിസ്ക് ഡ്രൈവ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. കീബോർഡ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങളുടെ വൈഫൈ ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. വൈഫൈ ഡോങ്കിളിൻ്റെ ഡ്രൈവർ കറക്റ്റ് ആണെങ്കിൽ വൈഫൈ ചോദിക്കും. ഇപ്പം എൻ്റെ വൈഫൈ ഇതിനകത്ത് വർക്ക് ആവുന്നില്ലായിരുന്നു. ഓത്തറൗസിൻ്റെ വൈഫൈ ആയിരുന്നു, അത് ഞാൻ റീപ്ലേസ് ചെയ്തു. ബ്രോഡ്കോമിൻ്റെ വൈഫൈ ആക്കി, വൈഫൈ കാർഡ് റീപ്ലേസ് ചെയ്തു. വൈഫൈ കാർഡ് റീപ്ലേസ് ചെയ്തപ്പോൾ ഇപ്പം ഇൻസ്റ്റലേഷൻ ടൈമിൽ തന്നെ വൈഫൈ വർക്ക് ആവുന്നുണ്ട്. വൈഫൈയുടെ പാസ്വേഡ് അടിക്കും. Don't answer, enable location. ആപ്പിൾ ഐ ഡി വൈഫൈ വർക്കാവണമെങ്കിൽ മാത്രമേ ആപ്പിൾ ഐ ഡി ചോദിക്കുള്ളൂ. ഇപ്പോൾ സൈൻ ചെയ്യുന്നില്ല, നമുക്ക് പിന്നെ സൈൻ ചെയ്യാം. ആപ്പിൾ ഐ ഡിയിൽ ഡിഗ്രി കൊടുക്കുക. ഡിഗ്രി ശേഷം നെയിം കൊടുക്കുക. ഒരു പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് മസ്റ്റായും കൊടുക്കേണ്ടതാണ്. പാസ്വേഡ് എൻ്റർ ചെയ്യാതെ ഇൻസ്റ്റലേഷൻ ഫിനിഷ് ചെയ്യാൻ കഴിയുകയില്ല. നമ്മുടെ ഇൻസ്റ്റലേഷൻ ഫിനിഷ് ആയിട്ടുണ്ട്. ഇവിടെ എൻ്റെ വൈഫൈ ഇപ്പോൾ വർക്ക് ആവുന്നുണ്ട്. അടുത്തതായി ഇതിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാളേഷനാണ്. ഗ്രാഫിക്സ് കാർഡ് ഇല്ല, അതിന് ഇന്റൽ HD 4000 ഗ്രാഫിക്സ് കാർഡിൻ്റെ ഡ്രൈവറും അതിനുശേഷം ബ്ലൂടൂത്ത് ഡ്രൈവർ എല്ലാം ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്.
reference hard disk, connect server, Clover പോവുക, പോസ്റ്റ് ഇൻസ്ട്രക്ഷൻ ടൂൾ, EFI mount, ഹാർഡ് ഡിസ്ക് സെലക്ട് ചെയ്യുക, EFI mount ചെയ്യുക. EFI പാർട്ടീഷൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ ബൂട്ട് ലോഡർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പാർട്ടീഷനാണ് EFI പാർട്ടീഷൻ. വിൻഡോസിനകത്ത് സിസ്റ്റം റിസർവ്ഡ് പാർട്ടീഷൻ പോലെ മാക്കിൻ്റെ സിസ്റ്റം റിസർവ്ഡ് സെയിം ആയിട്ടുള്ളതാണ് EFI പാർട്ടീഷൻ. EFI പാർട്ടീഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ EFI ഫോൾഡർ കാണാം. ഇത് നമ്മുടെ ക്ലോവർ ഫോൾഡറിലെ പോസ്റ്റ് ഇൻസ്ട്രക്ഷൻ ടൂളിനകത്ത് ഈ EFI ഫോൾഡർ ഇങ്ങോട്ട് കോപ്പി ചെയ്യുക, ശേഷം റീപ്ലേസ് കൊടുക്കുക. ഇപ്പോൾ ബൂട്ട് ലോഡർ ഓട്ടോമാറ്റിക്കായി ഇൻസ്റ്റാൾ ആയിക്കോളും. ബൂട്ട് ലോഡർ അഡീഷണൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട. വിൻഡോസിന് ബൂട്ട് ലോഡർ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആവുന്നതാണ് നമ്മൾ ഇൻസ്റ്റലേഷൻ ടൈമിൽ. പക്ഷേ മാക് OS Xന് ബൂട്ട് ലോഡർ കാണില്ല. അതിനാണ് നമ്മൾ ഈ ബൂട്ട് ലോഡർ, ഇത് ബൂട്ട് ഫയലാണ്, ബൂട്ട് ലോഡർ നമ്മൾ EFIക്കകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. ബൂട്ട് ലോഡർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ക്ലവർ ഓപ്ഷൻ വെച്ചിട്ടാണ്. ഇതിപ്പം വേറൊരു മെത്തേഡാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. EFI ഫോൾഡറിനകത്ത് EFI പാർട്ടീഷൻ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്ലവർ കോപ്പി ചെയ്തിടുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആയിക്കോളും. ഇത് എൻ്റെ ഇൻസ്റ്റാളേഷൻ USB ഇജക്റ്റ് ചെയ്യുകയാണ്. ശേഷം പോസ്റ്റ് ഇൻസ്റ്റലേഷൻ ടൂൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ഹാർഡ് ഡിസ്കിലാണ് ഞാൻ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യുക. ഓക്കെ, പോസ്റ്റ് ഇൻസ്റ്റലേഷൻ ടൂൾ ഞാൻ ഇവിടെ കോപ്പി ചെയ്ത ഡെസ്ക്ടോപ്പിലോട്ട് make extend service. Hackintosh Vietnam tool open ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുക ഇൻസ്റ്റലേഷൻ. ശേഷം നെക്സ്റ്റ്, കണ്ടിന്യൂ, എഗ്രി. വേറെ ഒന്നും തന്നെ സെലക്ട് ചെയ്യേണ്ട. അതിൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ടെക്സ്റ്റ് CPU മാർക്ക് ചെയ്യുക. ഓക്കെ, CPU പവർ മാനേജ്മെന്റ്, ബാറ്ററി, TCP ബാറ്ററി മാനേജർ, നെറ്റ്വർക്ക്. വൈഫൈ ഓൾറെഡി എൻ്റെ വർക്കാണ്, അതാണ് ഞാൻ വൈഫൈ സെലക്ട് ചെയ്യാത്തത്. നിങ്ങളുടെ ഹാർഡ്വെയർ ഏതാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുശേഷം അത് ഏത് ബ്രാൻഡിൻ്റെ ആണെന്ന് വെച്ചാൽ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. ബ്ലൂടൂത്ത് ആണ് ഇപ്പം വർക്ക് ആവാത്തത്. ബ്ലൂടൂത്ത് വർക്ക് ആവുന്നോ നോക്കട്ടെ. ബ്ലൂടൂത്ത് വർക്കല്ല. ബ്ലൂടൂത്ത് network, internet.
ഗ്രാഫിക്സ് വർക്കാണ്. സൗണ്ടിനകത്ത് സൗണ്ട് കൂടി വെച്ചിട്ട് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഇതൊന്ന് ക്ലോസ് ചെയ്യുക. ശേഷം സൗണ്ട് ഗ്രാഫിക്സിൽ ബാക്ക്ലൈറ്റ് Intel HD 4000 plus HDMI port ഉള്ളതാണെങ്കിൽ HDMI സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, ശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്യുക. ഇൻസ്റ്റലേഷൻ ലൊക്കേഷൻ Mac OS X സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് ചെയ്യുക. ശേഷം നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. സോഫ്റ്റ്വെയർ ഓക്കെ ചെയ്യുക. നമ്മൾ വെയിറ്റ് ചെയ്യുക സമയം. ഫിനിഷ് ആയിട്ടുണ്ട്. ക്ലോസ് ചെയ്യുക. വെയിറ്റ് നമ്പർ ക്ലോസ് ചെയ്യുക. ഇൻജെക്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്യുക. ബൂട്ട് ലോഡർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ബൂട്ട് ലോഡർ ഇൻസ്റ്റലേഷനൊക്കെ പെർഫെക്റ്റ് ആണ്, അതുകൊണ്ടാണ് ബൂട്ടായത്. ബൂട്ട് ലോഡർ ഇൻസ്റ്റലേഷൻ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ ബൂട്ടാവില്ല. റീസ്റ്റാർട്ട് ആയതിനു ശേഷം ബൂട്ടാവില്ല. പിന്നെ നിങ്ങൾ പെൻ ഡ്രൈവ് കണക്ട് ചെയ്ത് പെൻ ഡ്രൈവിൽ നിന്നും ബൂട്ട് ചെയ്ത് ഹാർഡ് ഡിസ്ക് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പം ബാറ്ററി ഇവിടെ വർക്കാവുന്നുണ്ട്. ഇപ്പോൾ എല്ലാം ഇതിൽ വർക്കാവുന്നുണ്ട്. സൗണ്ടും വൈഫൈ ബാറ്ററി എല്ലാം വർക്കാവുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, Mac OS Xന്റെ ഇൻസ്റ്റലേഷൻ ഫുള്ളായി ഫിനിഷ് ആയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു.